Hello my dear students. Today I want to discuss a different versions. I mean 8th line, 9th line, 10th line portion alla. It's very helpful to B.Ed students and അതുപോലെ തന്നെ D.Ed സ്റ്റുഡൻസിനും MEd സ്റ്റുഡൻസിനും പിന്നെ എല്ലാ അധ്യാപകർക്കും എല്ലാ ടീച്ചേഴ്സിനും. So I specially dedicated to all teachers. Now I would like to discuss about the inclusion. Okay, inclusive education. I think all of you need nowadays ഇത് ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്ന ഒരു ഫീൽഡാണ് ഇൻക്ലൂഷൻ അല്ലേ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ദെൻ എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് എ ന്യൂ അപ്രോച്ച് ടുവേർഡ്സ് educating the children with a disability and learning difficulties with that of normal ones within the same roof. ലേണിംഗ് ഡിസബിലിറ്റീസോ ഫിസിക്കൽ ഡിഫിക്കൽറ്റീസോ ഉള്ള സ്റ്റുഡൻസിനെ മാറ്റി നിർത്താതെ നമ്മുടെ നോർമൽ സ്റ്റുഡൻസിൻ്റെ കൂടെ തന്നെ ഒരു റൂഫിനകത്ത് എല്ലാവരും കൂടി പരസ്പരം ഹെൽപ്പും ചെയ്ത് സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു ഇൻക്ലൂഷൻ, അവരെയും കൂടി ഉൾക്കൊള്ളിക്കലാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് പ്രാക്ടീസസ് ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ക്ലാസ് റൂം പ്രാക്ടീസസ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ക്ലാസ് റൂമിൽ നമുക്ക് എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നന്നാവുമെന്നൊക്കെ. ബേസിക്കലി ഇറ്റ്സ് എ ന്യൂ ഫീൽഡ് ആൻഡ് സോ ദർ ഇസ് നോ ടെസ്റ്റഡ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ്. പ്രത്യേകമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് റിസർച്ചൊക്കെ നടന്നിട്ട് നമുക്ക് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്ത മെത്തേഡൊന്നല്ല. ഇറ്റ്സ് ന്യൂ, ഇപ്പം എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ ഇതല്ലേ നമ്മൾ ഓരോ പ്രാക്ടീസസും പറയുന്നത് ഇറ്റ്സ് അപ്പോൺ ദ ഒബ്സർവേഷൻസ് ആൻഡ് ഇൻ്റർവ്യൂസ് ആൻഡ് പ്രോഗ്രാംസ്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാംസിലൂടെ എഫക്റ്റീവായിട്ടുള്ള പല പ്രവർത്തനങ്ങളിലൂടെയൊക്കെ തന്നെയാണ് നമുക്കിതിന് വേണ്ട പോർഷൻസ് ലഭിക്കുന്നത്, അതായത് കാറ്റഗറൈസ് ചെയ്യുന്നതിനുള്ള ഒരു ബേസിക്സ്. ഓക്കെ, സോ മെയിൻലി we just categorize this into 9 steps. Okay, they are encouraging participation, formal planning, overcoming barriers to learning, responding by category, response to age, and teaching and lessons, behavior and control, help and support, and acceptance. Okay, let's discuss each point. ഇതുവരെ ക്ലിയർ ആണല്ലോ? Okay, now we are discussing about inclusive education. What is inclusive education? We include all types of students having learning disabilities or physical difficulties along with the normal under a same roof. Okay, so let's discuss about the encouraging participation. How can we encourage the participation and all? We can encourage the participation with group works. Okay, what is group work? A planned group works provides opportunities for students എക്സ്പീരിയൻസിങ് ഡിഫിക്കൽറ്റീസ്. ഓക്കെ, ഒരുപാട് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്ലാൻഡായ ഗ്രൂപ്പ് വർക്കുകൾ അവർക്ക് കൂടി നന്നായി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് വർക്കുകൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ ഡൂ അവരെന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ട് അവർക്ക് അവരുടേതായ പോർഷൻസ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ്. കൊളാബറേറ്റീവായ ലേണിംഗ് സ്ട്രാറ്റജീസ് അവർക്ക് കൊടുക്കുക. വാട്ട് ഈസ് കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ്? യെസ്, വെരി ഗുഡ്. 2 or more സ്റ്റുഡൻസ് ഒരുമിച്ചിരുന്നിട്ടുള്ള ഒരു പഠിക്കുന്ന രീതിയാണ് കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ്. ഓക്കെ, സോ കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ് നമുക്ക് ഇവർക്കിടയിൽ ഉണ്ടാക്കാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? എൻകറേജിങ് പാർട്ടിസിപ്പേഷൻ. എല്ലാ സ്റ്റുഡൻസിനെയും പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് ഗ്രൂപ്പ് വർക്ക്, ദെൻ കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ്, ദെൻ ബെറ്റർ പാർട്ടിസിപ്പേഷൻ. എങ്ങനെ ബെറ്റർ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക? ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പൊക്കെ ആക്കുകയാണെങ്കിൽ ആസ് എ ടീച്ചേഴ്സ് വി ആർ ഡൂയിങ് സം ഗ്രൂപ്പ്സ് ഫോർ സം ആക്ടിവിറ്റീസ്, റൈറ്റ്? ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ ഗ്രൂപ്പ്സ് ആക്കുകയാണെങ്കിൽ അതിലെല്ലാ രീതിയിലുള്ള കുട്ടികളും നന്നായിട്ട് നമുക്ക് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആണെങ്കിലും അതുപോലെ തന്നെ നോർമൽ സ്റ്റുഡൻ്റ് ആണെങ്കിലും എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഫിസിക്കൽ ഓർ എനി ലേണിംഗ് ഡിസബിലിറ്റീസ് വാട്ട് മേ ബി ഡിഫിക്കൽറ്റീസ് ഉള്ള സ്റ്റുഡൻസും കൂടുതൽ, അതായത് എല്ലാ രീതിയിലുള്ള സ്റ്റുഡൻസും വരത്തക്ക വിധത്തിൽ വി ഡിവൈഡ് ദി ഗ്രൂപ്പ്സ്. ഓക്കെ, ദെൻ വി ഗിവ് ദ ചാൻസ് ഫോർ ദ ഈച്ച് പാർട്ടിസിപ്പൻറ്റ്. സോ ബെറ്റർ പാർട്ടിസിപ്പേഷൻ, വി ക്യാൻ എൻഷുർ ബെറ്റർ പാർട്ടിസിപ്പേഷൻ. ദെൻ ഇൻക്രീസ് ദ ക്ലാസ് റൂം ടീച്ചിങ് റിസോഴ്സസ്. ക്ലാസ് റൂം ടീച്ചിങ് റിസോഴ്സസുകൾ കൂടുതൽ ഇൻക്രീസ് ചെയ്യുക. കൂടുതലായിട്ട് എക്സ്പെരിമെൻറ്റ്സ്, അതുപോലെ തന്നെ ബുക്സ്, മറ്റു കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടും
കണ്ടിട്ടും ടച്ച് ചെയ്തിട്ടും നമ്മുടെ എല്ലാ സെൻസും ഏതെല്ലാം സെൻസ് വഴിയാണ് നമുക്കൊരു നോളജ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുക, നോളജ് പെർസീവ് ചെയ്യാൻ പറ്റുക എന്ന് വിചാരിച്ചാൽ അതിൻ്റെ എല്ലാ മെത്തേഡ്സും നമുക്ക് മാക്സിമം കിട്ടത്തക്ക രീതിയിലുള്ള ക്ലാസ് റൂം ടീച്ചിങ് റിസോഴ്സസ് ഉണ്ടാക്കണം. അപ്പം നമുക്ക് ചിലപ്പോൾ റിസോഴ്സസിനൊക്കെ ഒരുപാട് പരിധികളുണ്ടാവും, എങ്കിലും ഈവൻ ആ പരിധികളിൽ വെച്ച് വയ്ക്കുന്ന റിസോഴ്സസ് നമുക്ക് ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്യാനും പുതിയ റിസോഴ്സുകൾ മാക്സിമം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും വേണ്ടി ട്രൈ ചെയ്യണം. Okay, then assess the students experiencing difficulties. എല്ലാ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിൻ്റെ അസിസ്റ്റൻസ് വേണം, ഉണ്ടെങ്കിൽ കൂടിയും കൂടുതലായിട്ട് ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യുന്ന കുട്ടികളെ നമ്മൾ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ പിയർ ഹെൽപ്പിങ്ങും അവരുടെ കൂടെയുള്ള സ്റ്റുഡൻസിന് അവരുടെ ഫ്രണ്ട്സിൻ്റെ തന്നെ ഹെൽപ്പിംഗ് ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ഫോർ എൻകറേജിങ് ദെയർ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓൾസോ. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ഒരു ഹെൽപ്പിന് വേണ്ടി ടീച്ചേഴ്സും അതുപോലെ ക്ലാസ്സിലെ സ്റ്റുഡൻസും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആവും. ഇപ്പം ഇത്തരം എൻകറേജിങ് പാർട്ടിസിപ്പേഷനിൽ ഇൻക്ലൂഷനൊക്കെ നമ്മുടെ സ്കൂളുകളിലൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചില ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നടക്കുന്നില്ലല്ലോ, ഇപ്പം നടന്നു വരികയാണ്. ഓക്കെ, എന്ത് നടന്നു കഴിഞ്ഞു എന്ന് നമ്മൾ നോക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പഴയ ടീച്ചർ അങ്ങനെ ചെയ്തില്ലല്ലോ, അപ്പം പിന്നെ ഞാനതായിട്ട് ഞാനായിട്ട് ചരിത്രത്തെ മാറ്റിക്കുറിക്കാൻ പോകുന്നില്ല, അങ്ങനെയൊന്നും ചിന്തിക്കുക. എന്താ, നമുക്കൊരു ചരിത്രം ഉണ്ടാക്കിക്കൂടെ, അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, ഇനി വരുന്ന ആസ് എ പ്രോസ്പെക്റ്റിംഗ് വരുന്ന ഒരു ടീച്ചറായിട്ട് അല്ലെങ്കിൽ ഒരു ഡെവലപ്പ് ചെയ്യുന്ന ടീച്ചറായിട്ട് മാറാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക. ഇപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞു വരും ദ റോഡ് നോട്ട് ടേക്കൺ, എല്ലാവരും എടുത്ത വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യണമെന്നില്ല. ദ റോഡ് നോട്ട് ടേക്കൺ, ആരും എടുക്കാത്ത പാതയിലൂടെ നമുക്ക് യാത്ര ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, സോ അങ്ങനെയുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമുക്ക് രീതിയിലുള്ള പുതിയ പുതിയ സ്റ്റുഡൻസിൻ്റെ പാർട്ടിസിപ്പേഷന് വേണ്ടിയുള്ള നല്ല ചിന്തകൾ, നല്ല ഐഡിയാസ് നമുക്ക് കൂടെ കൊണ്ടുവരാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഓൾ ടീച്ചേഴ്സ്, നമ്മൾ ഓരോരുത്തരും ഇനി വരാൻ പോകുന്ന ഓരോ ടീച്ചേഴ്സും അതുപോലെ തന്നെ ഓരോ നല്ല നോർമലായ സ്റ്റുഡൻസും കരുത് എൻ്റെ കൂടെയുള്ള എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ ഒരുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ചെയ്യുന്നു വെച്ചാൽ നമുക്ക് ഇവരെ ഒരുപാട് മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ദെൻ ഫോർമൽ പ്ലാനിങ്. നെക്സ്റ്റ് സെഷൻ we want to discuss about formal planning. Okay, planning should be based on all the children in the class. ഒരാളെ മാത്രമല്ല എല്ലാ ചിൽഡ്രൻസിനെയും ബേസ് ചെയ്തിട്ടാണ്. അതിൽ ഫസ്റ്റ് വൺ ഓവറോൾ ലേണിംഗ് എൻവിറോൺമെൻറ്റ്. ആൻഡ് ഫോർമലിനെ നമുക്ക് ഈ ഫോർമൽ പ്ലാനിങ്ങിനെ വി ക്യാൻ കാറ്റഗറൈസ് ഇൻ ടു ടു. Okay, first one overall learning environment and second one planning for individuals. Okay, overall learning environment is a program of the study outlined in the national curriculum. സാധാരണ നാഷണൽ കരിക്കുലത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാംസ് ആണ്. ഓക്കെ, ആൻഡ് ദ പ്രിൻസിപ്പിൾ വിച്ച് ദ സ്കൂൾ അറ്റംപ്റ്റ്സ്, ഇപ്പോൾ തന്നെ എല്ലാ സ്കൂളുകളൊക്കെ നടത്തുന്ന പ്രിൻസിപ്പിൾസ്, അതുപോലെ ടേണിംഗ് ദിസ് ടു അപ്രോപ്രിയറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ഇതെല്ലാം എന്തിൽ പെടും? ഓവറോൾ ലേണിംഗ് എൻവിറോൺമെൻറ്റിൽ വരും. ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ നടക്കുന്ന മറ്റ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണുള്ളത്? എക്സ്ട്രാ കരിക്കുലർ ആൻഡ് ഓക്കെ, അതുപോലെ തന്നെ ആർട്സ്, സ്പോർട്സ്, മറ്റ് കാര്യങ്ങൾ, കുട്ടികളുടെ എക്സ്ട്രാ ഗെയിംസ്, ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസും ഇതെല്ലാം നമ്മൾ ഇതിൽ പെടുന്നു. ഓവറോൾ ലേണിംഗ് എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള രീതിയിലാണ്. ഓക്കെ, പ്രോഗ്രാംസ് ഓഫ് ദ സ്റ്റഡി ഔട്ട്ലൈൻ ദ നാഷണൽ കരിക്കുലത്തിൽ. ദെൻ പ്ലാനിങ് ഫോർ ഇൻഡിവിജ്വൽസിന് ഓരോ ഇൻഡിവിജ്വലിനെയും മെഷർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് അപ്പോൺ ബെസ്റ്റ് അവൈലബിൾ നോളജ് എമംഗ് ദ സ്റ്റാഫ് ടീം വർക്കിംഗ് വിത്ത് ചൈൽഡ്. ഈ ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ടീച്ചർ മാത്രം, ഒരു ക്ലാസ് ടീച്ചർ, അതോ എനി റിസോഴ്സ് ടീച്ചർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നല്ല. അവിടുത്തെ തന്നെ നമ്മുടെ ഒരു ടീം വേണം അല്ലേ. നമ്മുടെ ഹോൾ ടീച്ചേഴ്സ്, ചിലപ്പോൾ മാത്സിന് ഡിസബിലിറ്റി ഉള്ള ഒരു ഡിസ്കാൽക്കുലി ഉള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ചിലപ്പം മാത്തമാറ്റിക്സ് എടുക്കുന്ന ഒരു ടീച്ചർക്കായിരിക്കും കൂടുതലും മനസ്സിലാവുക. നേരെ മറിച്ച് ഒരു ലിറ്ററസി, ഒരു ലേണിംഗ്, ഒരു ലാംഗ്വേജ് ഡിസബിലിറ്റി ഉള്ള ബുദ്ധിമുട്ടുള്ള കുട്ടിക്കാണെങ്കിൽ അത്തരത്തിൽ. അതുപോലെ തന്നെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ചിലപ്പം ചില കുട്ടികൾക്കൊന്നും ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് ടീച്ചേഴ്സ് അവരുടെ ഒബ്സർവേഷൻ വഴി അവർ ബോർഡിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ശ്രദ്ധിക്കുന്നതും ചെക്ക് ചെയ്യുന്നതും കേൾക്കുന്നതും ഒക്കെ ആയിട്ട് ടീച്ചേഴ്സിനുള്ള കറക്റ്റ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനിലൂടെയും അതുപോലെ തന്നെ ഉള്ള ഒബ്സർവേഷനിലൂടെയാണ് ക്ലിയർ ആകുന്നത്. സോ ഇറ്റ് നീഡ് എ ടീം വർക്ക്. ഓക്കെ, ഇറ്റ് നീഡ് എ ടീം വർക്ക്. നമ്മളൊരു ടീം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ
we can plan for each individual. Then this approach incorporates the notion of individual planning that is so familiar in special education settings. Okay, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ ഇതുപോലുള്ള സ്റ്റുഡൻസിന് ഓരോരുത്തർക്കും പറ്റിയ രീതിയിലുള്ള ഒരുപാട് പ്ലാനിങ് ഉണ്ട്. അത് നമ്മുടെ ഇവിടെ എല്ലാവർക്കും കൂടി രീതിയിലുള്ള നോർമൽ സ്റ്റുഡൻസിനും കൂടി ഹെൽപ്ഫുള്ളായ രീതിയിൽ അതുപോലെ ഡിസബിൾഡായ കുട്ടികളെയും കൺസിഡർ ചെയ്യണം. അപ്പോൾ അവർക്ക് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസും കൂടി നമ്മളിവിടേക്ക് കൊണ്ടുവരണം, പ്ലാൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫോർമൽ പ്ലാനിങ് 2 ടൈപ്സ് ആണ്. ഓവറോൾ ലേണിംഗ് എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്ലാനിങ് ഫോർ ഇൻഡിവിജ്വൽ. ദെൻ ഓവർകമ്മിങ് ബാരിയേഴ്സ് ടു ലേണിംഗ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരാനുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ട്. ഈവൻ ദോ നമ്മളെങ്ങനെയൊക്കെ അതിനൊക്കെ ഓവർകം ചെയ്യുമെന്ന് പറയുന്നത്, നമ്മളെല്ലാത്തിനെയും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നമ്മളതിനെ ഫേസ് ചെയ്യുക എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദെൻ വി ക്യാൻ ഫേസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും തീരുമാനിച്ചല്ലോ. ഓക്കെ, നിങ്ങളുടെ കൂടെയുള്ള എല്ലാ കുട്ടികളെയും, ഇപ്പോൾ ഈവൻ ഇതൊരു സ്റ്റുഡൻ്റാണെന്ന് കാണുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഈവൻ ഡിസേബിൾഡ് ആയ സ്റ്റുഡൻസിനും ഇറ്റ് ഈസ് നോട്ട് എ ഡിസബിലിറ്റി, ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യലി ഏബിളാണ്. ഓക്കെ, അവർക്ക് മറ്റൊരു കഴിവുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ അല്ലാതെ മറ്റൊരു ഏബിൾഡായ സ്റ്റുഡൻസാണ് നിങ്ങളുടെ കൂടെയുള്ളത് എന്നുള്ളത് നമ്മളങ്ങ് മനസ്സിലാക്കുക. അവരാണ് നമ്മുടെ കൂടെയുള്ളത്, അല്ലെങ്കിൽ ഞാൻ അതിൽപ്പെട്ട ഒരാളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കരുതുന്ന സമയത്ത് നമുക്കൊരു സഹതാപം, ഒരു സിമ്പതി അല്ല വേണ്ടത്, അവരെ കൂടെയുള്ളൊരു എമ്പതിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഓവർകം ബാരിയേഴ്സ്. നമുക്ക് ബാരിയേഴ്സ് ഓവർകം ചെയ്യുന്നതിന് അഡൾട്ട് സപ്പോർട്ട് നീഡ് അല്ലേ. അഡൾട്ടിൽ എന്താ പറ്റുക? വെറും ടീച്ചർ മാത്രമാണോ അഡൾട്ടിൽ ഉൾപ്പെടുക? നോ, അഡൾട്ട് ഇൻക്ലൂഡ്സ് പാരൻസ്, ഗാർഡിയൻസ്, സിബ്ലിങ്സ് ആൻഡ് ഓൾ യുവർ ഫ്രണ്ട്സ്, എൽഡേഴ്സ്, അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന നാട്ടിലുള്ള ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ വരും അഡൾട്ട്. അപ്പോൾ അഡൾട്ട് സപ്പോർട്ട്, ഇറ്റ് നീഡ് അഡൾട്ട് സപ്പോർട്ട്. ഓക്കെ, മെയിൻലി കുട്ടിയുടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പറയുന്ന പോലെ തന്നെ മാതാപിതാ, ഗുരു, ദൈവം, അതൊക്കെ തന്നെയാണല്ലേ. സോ അഡൾട്ട് സപ്പോർട്ട് വി നീഡ്. ദെൻ അഡൾട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ബാരിയേഴ്സ് ഓവർകം ചെയ്യാൻ പറ്റും. Then teachers should have specialization in literacy difficulties and learning difficulties and visual impairment. മെയിനായിട്ട് നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ നമ്മുടെ പലരും സ്പെഷ്യൽ ട്രെയിനിങ് അല്ലാതെ സാധാരണ നമ്മൾ ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന സമയത്ത് വി ഡോണ്ട് ഹാവ് മച്ച് നോളജ് അബൌട്ട് ഹൗ വി ഡീൽസ് ഓർ ഹൗ ദ ഡിഫിക്കൽട്ടീസ് ക്യാൻ ഓവർകം. ഏതൊക്കെ ലിറ്ററസി ഡിഫിക്കൽട്ടീസ്, ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, വിഷ്വൽ ഇമ്പയർമെൻ്റ് ഒക്കെ ഉള്ള സ്റ്റുഡൻറ്റിനെ എങ്ങനെ നമുക്കറിയാവുന്ന നമ്മുടെ ഒബ്സർവേഷനിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടും വായിച്ചും ക്ലിയർ ആവാതെ നല്ലൊരു എക്സാക്റ്റ് അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ട്രെയിനിങ് നമ്മുടെ ഈ ട്രെയിനിങ് ലെവലിൽ തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾ ടീച്ചേഴ്സിൻ്റെ ഇൻ സർവീസ് ഓർ പ്രീ സർവീസ് ട്രെയിനിങ്ങിലാണെങ്കിൽ കൂടിയും നമുക്ക് കിട്ടുകയാണെങ്കിൽ വി ക്യാൻ ഓവർകം എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. So, teachers should have specialization in literacy difficulties and learning difficulties. Next, teachers support students. The teachers supporting students with a severe learning difficulty. ഈ നല്ല ലേണിംഗ് ഡിഫിക്കൽറ്റി ഉള്ള കുട്ടികളുടെ അടുത്ത് കൂടെ ഇരുന്നിട്ട്, ഒരു കുട്ടിയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് കുട്ടികളുടെ അടുത്തോ കൂടെ ഇരുന്നിട്ട് ചെയ്യാൻ വേണ്ടി ടീച്ചർക്ക് കഴിയണം. ടീച്ചർ മസ്റ്റ് സിറ്റ് വിത്ത് എൻ ഇൻഡിവിജ്വൽ ഓർ കപ്പിൾ ഇൻ എ ലെസൺ. അത് ആ കുട്ടികളെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടല്ല, അവരെ കൂടെ ഈ ക്ലാസ്സിൻ്റെ കൂടെ നിർത്തിയിട്ട് തന്നെ അവർക്ക് ചെയ്യാവുന്നിടത്തോളം മാക്സിമം അവർ ചെയ്ത് കൂടുതൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ കുട്ടിയുടെ അടുത്ത് ഇരുന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നെക്സ്റ്റ്, ഷുഡ് എൻകറേജ് ദ സ്റ്റുഡൻസ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ഇപ്പം നമുക്ക് ഇൻഡിപെൻഡൻ്റ്, നമുക്ക് ഒരുപാട് സഹതാപയോ എന്നാൽ അവന് അങ്ങനെ പോകാൻ പറ്റുന്നില്ല, എന്നാൽ ഞാനത് കൊണ്ടു കൊടുക്കാം എന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഞാനത് ഇപ്പോൾ സ്റ്റുഡൻസിന് ഒരു നോട്ട് എഴുതി കൊടുക്കുന്നത്, ഒരു സ്റ്റുഡൻറ്റിന് നോട്ട് എഴുതാൻ പറ്റിയില്ല, എഴുതാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ എഴുതാനുള്ള ചെറിയ പ്രയാസം കൊണ്ട് എഴുതാൻ പറ്റില്ലെങ്കിൽ ഞാനെന്നാൽ അവനെ എഴുതി കൊടുക്കാം എന്ന് പറയുമ്പോൾ അവരൊന്നും പഠിക്കാതെ തന്നെ നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ ആക്ച്വലി വി ആർ നോട്ട് ഹെൽപ്പിംഗ് ദം. നമ്മളവരെ ഹെൽപ്പ് ചെയ്യണോ? അല്ല, നമ്മളവരെ ബുദ്ധിമുട്ടിക്കണം. നേരെ മറിച്ച് അവരെ എഴുതാൻ വേണ്ടി ഞാൻ വായിച്ചു തരാം, നിനക്ക് പറ്റുന്ന പോലെ നീ എഴുതാം, അല്ലെങ്കിൽ നീ ഒന്ന് പറ നിൻ്റെ പോയിൻറ്റ്സ്, ഞാൻ എഴുതാം എന്നൊക്കെ പറയുമ്പം അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു
വിഷ്വൽ ഇമ്പയർമെൻ്റ് ഉള്ള ഒരു കുട്ടിക്കാണെങ്കിൽ നമ്മൾ കൈ പിടിച്ച് ആ കുട്ടിയെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ആ കുട്ടിക്ക് വേണ്ട സപ്പോർട്ടിങ്, ഇപ്പോൾ ഒരു സ്റ്റെയർ കേസൊക്കെ ആണ്, ഹാൻഡ് റീൽസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹാൻഡ് റീൽസിൽ അവർ തന്നെ പിടിച്ചിട്ട് നമ്മുടെ അസിസ്റ്റൻസ് വേണം, ആദ്യമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ, ഉണ്ടെങ്കിൽ അവർക്ക് പിടിച്ച് മുകളിലെത്താൻ കഴിഞ്ഞാൽ ഇൻ കേസ് ഒരു തവണ നമ്മൾ ആരും ഇല്ലെങ്കിൽ പോലും ദേ ക്യാൻ ഗോ ദ റൈറ്റ്. അപ്പോൾ അവർക്ക് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ, മറ്റൊരാളെ ഡിപ്പെൻഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ് എ ടീച്ചർ വി വാണ്ട് ടു ട്രൈ ഫോർ ദാറ്റ്. ഓക്കെ, ദെൻ റെസ്പോണ്ടിങ് ബൈ കാറ്റഗറി. ഇതിനും ഒരുപാട് പോയിൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാനുണ്ടാവും. ഇവെന്തോ നമുക്കൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് കിട്ടുന്നതാണ്. ദെൻ യു ക്യാൻ ജസ്റ്റ് തിങ്ക് ആൻഡ് യു ക്യാൻ ആഡ് മോർ പോയിൻറ്റ്സ്. ഓക്കെ, ദെൻ റെസ്പോണ്ടിങ് ബൈ കാറ്റഗറി. ട്രഡീഷണൽ കാറ്റഗറിയിൽ മെയിൻ സ്ട്രീം, ഇപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, ഈ പിക്ചറിനകത്ത് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് പിക്ചറിനകത്ത് എന്താ കാണുന്നത്? ഓക്കെ, നോർമൽ സ്റ്റുഡൻസ് എല്ലാം കൂടി ഒരുമിച്ചും ഡിസേബിൾഡ് ആയ സ്റ്റുഡൻസ് എല്ലാം കൂടെ ഒരു 3-4 ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തിയിട്ട്, അപ്പോൾ നോർമൽ സ്റ്റുഡൻസ് വരുന്നതിൽ ഇതായിരുന്നു നമുക്ക് ട്രഡീഷണൽ കാറ്റഗറിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, മെയിൻ സ്ട്രീം എന്നും ഇതിനെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒരു സ്പെഷ്യൽ സ്ട്രീം എന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ മെയിൻ സ്ട്രീമിൽ നോർമൽ സ്റ്റുഡൻസും മറ്റുള്ള എല്ലാ ഫിസിക്കൽ ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റീസ്, അവരുടെ ഡിസബിലിറ്റി ഏത് ഭാഗത്താണോ എന്ന് പോലും ചെക്ക് ചെയ്യാതെ മറ്റെല്ലാവരും സ്പെഷ്യൽ എഡ്യൂക്കേഷനിലും. ഓക്കെ, ദെൻ ലാബൽ അക്കോർഡിംഗ് ദ നൗ സ്പെഷ്യൽ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ മാറിയിട്ടുണ്ട്. അവരുടെ ഏത് ഭാഗത്താണോ അവർക്ക് ഹെൽപ്പ് വേണ്ടത് അതിനനുസരിച്ച് അവരെ ജസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ ക്ലാസ് റൂമിൽ അവരെല്ലാവരെയും കൂടി ഒരു റൂഫിനകത്ത് ഇരുത്തിയിട്ടാണ് നമുക്ക് മാക്സിമം ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഒട്ടും ഒരു ഹെൽപ്പില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റുഡൻസിന് മാത്രമേ ഇപ്പോഴും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഒരു രീതിയിലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ, അതിനൊക്കെ ഒരു പ്രത്യേക റേഞ്ചുകളുണ്ട്, അവരുടെ ഡിസബിലിറ്റീസിൻ്റെ റേഞ്ച്, അത് പിന്നീട് ഡിസ്കസ് ചെയ്യാം നമുക്ക്. ദെൻ ലേണിംഗ് ഡിഫിക്കൽറ്റീസുള്ള സ്റ്റുഡൻസിൻ്റെ സ്പെഷ്യൽ നീഡ് വിത്തൗട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ദെൻ വിഷ്വൽ ഡിഫിക്കൽറ്റീസുള്ള സ്റ്റുഡൻസ്, ഇമോഷണൽ ഡിഫിക്കൽറ്റി. ഓക്കെ, അപ്പോൾ 3 ടൈപ്സാണ് ഇതിൻ്റെ കാറ്റഗറൈസേഷൻ വരുന്നത്. ഏതിൻ്റെ? നമ്മുടെ റെസ്പോണ്ടിങ് ബൈ കാറ്റഗറി, നൗ ഡേയ്സ് ലേണിംഗ് ഡിഫിക്കൽറ്റി, സ്പെഷ്യൽ നീഡ് വിത്തൗട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് വിഷ്വൽ ആൻഡ് സംതിങ് എ തേർഡ് ഗ്രൂപ്പ്. ഓക്കെ, ഏതൊക്കെയാണ്? ലേണിംഗ് ഡിഫിക്കൽറ്റി, സ്പെഷ്യൽ നീഡ് വിത്തൗട്ട് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ഒരു മൂന്നാമത്തെ ഗ്രൂപ്പ്. ഇറ്റ് ഹാവ് സെവറൽ ഡിഫറെൻറ്റ് സബ് ഗ്രൂപ്പ്സ്. അതിൽ പെട്ടതാണ് വിഷ്വൽ ഡിഫിക്കൽറ്റീസ്, ഇമോഷണൽ ഡിഫിക്കൽറ്റീസ്, ബിഹേവിയൽ ഡിഫിക്കൽറ്റീസ് ഒക്കെ. ദെൻ ലേണിംഗ് ഡിഫിക്കൽറ്റീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഒരു ഡിസബിലിറ്റി അല്ല, ഇത് എബിലിറ്റി തന്നെയാണ്. ഡിഫറെൻ്റ് ആയ ഒരു എബിലിറ്റീസാണ് ഇവിടെ. നിങ്ങൾക്ക് ഡിഫറെൻറ്റ്, അതായത് നമ്മൾ സബ് ഗ്രൂപ്പ്സ്, തേർഡിൽ നമ്മൾ പറയാം ഡിഫറെൻറ്റ് സബ് ഗ്രൂപ്പ്സ്. ഈ ഡിഫറെൻറ്റ് സബ് ഗ്രൂപ്പ്സിൽ പെടുന്നതാണിത്. ഇമോഷണൽ, ഹിയറിങ് ആൻഡ് ഫിസിക്കൽ, ഓട്ടിസം തന്നെ അതിൻ്റെ ലെവലിൽ ഡിഫറൻസിനനുസരിച്ച് ഓരോ കാറ്റഗറിയിൽ ഡിഫറെൻ്റ് ആവും. ദെൻ സ്പീച്ച്, ലാംഗ്വേജ് എല്ലാം ഓരോ പ്രോബ്ലമായിട്ട് ഓരോ ഭാഗത്തായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ദെൻ ടീച്ചിങ് ആൻഡ് ലെസൺസ്. എന്താണ് ടീച്ചിങ് ആൻഡ് ലെസൺസ് എന്നതിൽ വരുന്നത്? Okay, then first of all we want to ensure that teaching and lesson teachers should know about the good knowledge of content, right? Okay, even though we have more knowledge about the students or each individual, ഒരു ചാപ്റ്റർ നമ്മൾ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം കണ്ടൻറ്റ് അറിയാമെന്ന് പറയുന്നത് നെസസറിയാണ്. ഓക്കെ, ഈവൻ ദോ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടുതൽ ഉയരത്തിൽ നമുക്ക് ആവശ്യമുള്ളതാണ് ഈച്ച് ഇൻഡിവിജ്വലിനെ നമ്മൾ അറിയുക എന്നുള്ളത്. Okay, knowing the learner well is more important than knowing the lesson to be taught well. Then it categorizes ample opportunities. It should give in the teaching time or in the lessons, ample opportunity must be provided to the students to pursue individual projects in some detail over an extended period of time. നമ്മൾ കൂടുതൽ ഒരുപാട് ആമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, മോർ ദാൻ ഇനഫ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക ടു ദി സ്റ്റുഡൻസ്. പക്ഷേ അതുപോലെ തന്നെ ചില സമയത്ത് ആ സ്റ്റുഡൻസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കൊടുക്കേണ്ടി വരും, സമയത്തിനും കൂടുതൽ കൊടുക്കേണ്ടി വരും. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. Then group work facilitate the students learning as well as to widen their social contract. ഇപ്പോൾ ജസ്റ്റ് അവരുടെ ലേണിംഗ് മാത്രമല്ല, അവർക്ക് മറ്റ് കുട്ടികളുമായിട്ടുള്ള ഇടപഴകാനുള്ള ഒരു സോഷ്യൽ കോൺട്രാക്ട്സിനെയും കൂടി ഇൻക്രീസ് ചെയ്യിപ്പിക്കും എന്ത്, ഗ്രൂപ്പ് വർക്കെല്ലാം. ഓക്കെ, ദെൻ ഗുഡ് വർക്കും ഗ്രൂപ്പ് വർക്ക് പോലെ തന്നെ ഗുഡ് വർക്ക് ഈസ് ഓൾസോ
മച്ച് വാല്യൂ ഇറ്റ് ഹാസ് കപ്പാസിറ്റി ടു ഫെസിലിറ്റേറ്റ് ദി സ്റ്റുഡൻസ്. നല്ല നല്ല വർക്കുകൾ, നല്ല നല്ല ആക്ടിവിറ്റീസും കുട്ടികളെ ഒരുപാട് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ടീച്ചേഴ്സ് ഷുഡ് എൻകറേജ് ഒപ്റ്റിമം ഇൻട്രാക്ഷൻ ഇൻ ഹിസ് ക്ലാസ് റൂം. നല്ല ഒരു ഒപ്റ്റിമം ഇൻട്രാക്ഷൻ ടീച്ചേഴ്സ് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഒരു റിയൽ ലവ്, ഒരു അഫെക്ഷൻ അവിടെ സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Then teachers' manners and relationships and their respect for children's students are some factors of prime importance. നമ്മൾ പറയൂലേ, നമുക്ക് റെസ്പെക്റ്റ് അടിച്ചിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമോ? നോ. ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. അപ്പോൾ ടീച്ചറിൻ്റെ മാനർ, ടീച്ചേഴ്സിൻ്റെ ബിഹേവിയർ, ടീച്ചറിൻ്റെ റെസ്പെക്റ്റ്, അതൊക്കെ എന്താണോ അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, സോ വി ഷുഡ് എൻഷുർ ദ മാനേഴ്സ് ആൻഡ് ഓൾ. Then response to age. Next point, response to age. ഏജിനനുസരിച്ച് വി ക്യാൻ ഡിവൈഡ് ദ സ്റ്റുഡൻസ് അഗൈൻസ്റ്റ് ജൂനിയേഴ്സ്, സീനിയേഴ്സ് ആൻഡ് സൂപ്പർ സീനിയേഴ്സ്. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റുഡൻസിനെ ജൂനിയേഴ്സ്, സീനിയേഴ്സ്, സൂപ്പർ സീനിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അതിൽ നിന്ന് ഓരോ ഏജ് സെക്ഷനിൽ നിന്നും ഒരു ഹെഡിനെ കൺസിഡർ ചെയ്യുക. ഒരു ഹെഡിനെ, ഈ ഹെഡ് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കൂടെ ഇൻ്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കുക. സോ ദേ ക്യാൻ ഡിസ്കസ് ദെയർ ഓൺ പ്രോബ്ലംസ് ആൻഡ് ദേ ക്യാൻ എന്ത് പറയാം, അവരുടെ പ്രോബ്ലംസിനെ ഒക്കെ ഡിസ്കസ് ചെയ്യാം, ഷെയർ ചെയ്യാം. ദെൻ ദേ ഫീൽ ദെയർ ടീച്ചേഴ്സ് ആർ വിത്ത് ദം, അല്ലേ? അവരുടെ ഒരു ഷെൽട്ടറായിട്ട് അവരുടെ അധ്യാപക ടീച്ചേഴ്സ് ഉണ്ട് എന്നൊരു ഫീലിംഗ് കൂടി അവർക്ക് കിട്ടും. ദെൻ ബിഹേവിയർ ആൻഡ് കൺട്രോൾ. ഓക്കെ, ബിഹേവിയർ ആൻഡ് കൺട്രോൾ. ദെൻ ഇതിനകത്ത് ടീച്ചേഴ്സ് ഷുഡ് നോട്ട് വാരി ദെയർ ട്രീറ്റ്മെൻറ്റ് ഫ്രം പീപ്പിൾ ടു പീപ്പിൾ. ടീച്ചേഴ്സ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്ത്, ഒരു പാർഷ്യാലിറ്റി. ഒരു സ്റ്റുഡൻറ്റിനോട് ഒരുപോലെ, മറ്റൊരു സ്റ്റുഡൻറ്റിനോട് ഒരുപോലെ, അങ്ങനെയാണ്. പക്ഷേ ഒരു അസിസ്റ്റൻറ്റ് നീഡായ കുട്ടിയെ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് ഇതിൽ പെടുന്നതല്ല. ഒരുപോലെയുള്ള കുട്ടികളെ തന്നെ വ്യത്യസ്ത രീതിയിൽ കാണുന്നത് നമ്മുടെ ടീച്ചേഴ്സിനെ പറ്റിയ ഒരു ക്യാരക്ടറല്ല. സോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ വി ഷുഡ് റിഫൈൻ അവർ സെൽഫ്. Okay, then they should ensure that the bright student do not look down upon or ridicule the students with special needs. ബ്രൈറ്റ് സ്റ്റുഡൻസ് അല്ലെ ക്ലാസ്സിലെ മറ്റ് സ്റ്റുഡൻസ്, നോർമൽ സ്റ്റുഡൻസ്, ഇതുപോലുള്ള എന്തെങ്കിലും ഹെൽപ്പ് നീഡ്സ് വേണ്ട സ്റ്റുഡൻസിനെ കളിയാക്കുന്നത് അല്ലെങ്കിൽ റിഡിക്യൂൾ ചെയ്യുന്നത് അല്ലെങ്കിൽ തരം താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, കൺട്രോൾ ചെയ്യാൻ വേണം. Then teachers should be sympathetic with all students in general and with the students with special needs in particular. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ? എല്ലാ സ്റ്റുഡൻസുമായിട്ട് ബന്ധം വേണം, നല്ല അവരൊക്കെ കെയർ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യണം. അതോടുകൂടി സ്പെഷ്യൽ സ്റ്റുഡൻസിനെ കുറച്ചുകൂടി നന്നായിട്ട് അവരുടെ കൂടെ ഇരുന്ന് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റി ട്രൈ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ദേ ഷുഡ് ഹാവ് ഹാഷ് വെൻ ദ സിറ്റുവേഷൻ ഡിമെൻസ്. ബട്ട് സിറ്റുവേഷൻ മോശമാവാണ്, കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി അവർ പോകുന്ന വഴികൾ ശരിയല്ലെങ്കിൽ ദ ടീച്ചേഴ്സ് ഷുഡ് എന്ത് ചെയ്യണം, തിരുത്താനുള്ള ഒരു ബിഹേവിയർ ആൻഡ് ഒരു കൺട്രോൾ കൂടി ടീച്ചറുടെ കയ്യിലുണ്ടാവണം. ദ നെക്സ്റ്റ് സെക്ഷൻ മീൻസ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്. സ്റ്റുഡൻസ് വില്ലിംഗ്ലി ഇതിൻ്റെ മെയിൻ കാര്യം സ്റ്റുഡൻസ് അവരുടെ പ്രോബ്ലം അഡ്മിറ്റ് ചെയ്യണം. എനിക്കൊരു ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ളത് ആ സ്റ്റുഡൻസ് അതുപോലെ ആസ് വെൽ ആസ് പാരൻസ് അഡ്മിറ്റ് ചെയ്യണം. ദെൻ ദേ ക്യാൻ ആസ്ക് ഹെൽപ്പ് ഇൻ ദാറ്റ് സെഷൻ. അപ്പോൾ ആ സെഷനിൽ എനിക്ക് പഠിക്കാനുള്ള ലേണിംഗ് ഡിസബിലിറ്റി, മാത്സിൽ എനിക്കൊരു ഡിസബിലിറ്റി ഉണ്ട്, ഓർ അതർവൈസ് എനിക്ക് സ്പെല്ലിങ് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ തനിക്ക് എന്താണ് പ്രോബ്ലം എന്നുള്ളത് ദ സ്റ്റുഡൻസ് ഷുഡ് നോ ദംസെൽസ് ആൻഡ് ദ പാരൻസ് ഷുഡ് നോ their ചിൽഡ്രൻസ്. ഓക്കെ, അങ്ങനെ ദെൻ ദേ ക്യാൻ turn for help. Okay, then to serve these helps, this purpose there may be a school council for providing the students with counseling and guidance ഒക്കെ കൊടുക്കാൻ വേണ്ടി സ്കൂൾ കൗൺസിലുകളൊക്കെ ക്ലിയർ ആക്കുന്നുണ്ട് അല്ലെങ്കിൽ അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. ആൻഡ് ദ സിറ്റുവേഷൻ ആൻഡ് ദ പ്രസൻസ് ഓഫ് അഡീഷണൽ അഡൾട്ട് ഹെൽപ്പേഴ്സ് ഇൻ സം ലെസൺസ്. ചില ലെസൺസിൽ നമുക്ക് അഡീഷണൽ ഇപ്പോൾ ഒരു ഡ്രാമ പഠിപ്പിക്കാൻ, ഡ്രാമ നന്നായിട്ട് അറിയുന്ന ഒരാളെ ഹെൽപ്പ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആവുകയുള്ളൂ.
ഓക്കെ. അപ്പോൾ അഡീഷണലായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻസ് പഠിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് നമുക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒക്കെ പഠിച്ച ഒരു ടീച്ചറെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ദേ ക്യാൻ പ്രൊവൈഡ് മോർ ആക്ടിവിറ്റീസ് വിച്ച് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ ദ ഓൾ സ്റ്റുഡൻസ്, റൈറ്റ്? ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡിഫറെൻറ്റ് ട്രെയിനിങ്, ഡിഫറെൻറ്റ് അഡൾട്ട്സിൻ്റെ ഹെൽപ്പ് കൂടി നമുക്ക് അഡീഷണൽ ഹെൽപ്പ് കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളാവും. നെക്സ്റ്റ് മെയിൻ കാര്യം തന്നെയാണ് അക്സെപ്റ്റൻസ്, അല്ലേ? പല കുട്ടികളും പറയുന്നുണ്ട് എന്നെ കൺസിഡർ ചെയ്യുന്നില്ല, എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ പല കേസുകളും കാണുന്നുണ്ട്. ഇപ്പോൾ ഈവൻ നമ്മുടെ ആസ് എ ടീച്ചർ ഓർ ആസ് എ പാരൻറ്റ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കുക, വെദർ വി ക്യാൻ അക്സെപ്റ്റ് അവർ ഓൺ ചൈൽഡ്. നമ്മൾ സ്റ്റുഡൻസ്, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ എല്ലാവരും നമുക്കൊരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള നമ്മുടെ മക്കളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഈ അക്സെപ്റ്റൻസ് ഹാവ് എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. അതിനൊരു ഭയങ്കര കൺസിഡറേഷൻ ആവശ്യമാണ്. ഓക്കെ. എ ഗുഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഈസ് എ വെരി എസെൻഷ്യൽ. ഒരു ഇൻ്റർപേഴ്സണൽ, ഈവൻ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഈസ് വെരി എസെൻഷ്യൽ. ആൻഡ് എ കോർഡിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഓൾസോ കമ്പൽസറി ആൻഡ് എൻകറേജിങ് ക്ലൈമറ്റ് ഓഫ് സ്കൂൾസ്. ഈ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ സ്കൂളിൻ്റെ ക്ലൈമറ്റ് ക്ലിയർ ആവും, അല്ലേ? ഓക്കെ. ദർ ഷുഡ് നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ആൻഡ് കളേഴ്സ്. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവരുത്. ഷുഡ് നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ആൻഡ് കളർ. And it is the study duty of the teacher to ensure that a sense of acceptance prevails in her classroom. ക്ലാസ്റൂമിൽ അക്സെപ്റ്റൻസ് എത്രത്തോളം പ്രിവൈൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ടീച്ചർ എൻഷുർ ചെയ്യണം. ദെൻ ബിസൈഡ് ദ അക്സെപ്റ്റൻസ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ലൈക്ക്. ഓക്കെ. ദെൻ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻസ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. വാട്ട് ഈസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് ഇറ്റ്സ് ക്ലാസ് റൂം പ്രാക്ടീസസ്. ക്ലാസ് റൂം പ്രാക്ടീസസ് ഇപ്പോൾ ഒരു 9 പ്രാക്ടീസസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. സോ മറക്കരുത്. സോ നല്ല എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടീച്ചർ ആവാനായിട്ട് നമുക്ക് ഗ്രോ ചെയ്യാം. ഓക്കെ. താങ്ക് യു വെരി മച്ച്.